നമുക്ക് ഈ ബേസിക് ബുക്സ് കൂടാതെ ഇപ്പോൾ മാർക്കറ്റിൽ ഒരുപാട് ബുക്സ് അവൈലബിൾ ആണ്. അപ്പോൾ ചിലരൊക്കെ ഒരുപാട് ഓവറായിട്ട് ഒരുപാട് മെറ്റീരിയൽസ് റെഫർ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? ഇപ്പോൾ പി എസ് ഐ ആറിനാണെങ്കിലും ജി എസിനാണെങ്കിലും എസ് ഐക്കാണെങ്കിലും ഒരു ദിവസം ഒരു 1.5 hours ഡെഡിക്കേറ്റ് ചെയ്യുക. കോൺഫിഡൻസ് ബിൽഡിങ് അതാണ് ഇമ്പോർട്ടൻറ്റ്. എനിക്ക് ഏറ്റവും കൂടുതൽ വേണ്ടിയിരുന്നതും കോൺഫിഡൻസ് ബിൽഡിംഗ് ആണ്. കമ്മ്യൂണിക്കേഷൻ സ്കില്ലിനെക്കാളും കൂടുതൽ ബോഡി ലാംഗ്വേജും കോൺഫിഡൻസും ആണ് ഇമ്പോർട്ടൻറ്റ്. നിങ്ങളിത് കൺസിസ്റ്റൻ്റ് ആയിട്ട് പെർസീവ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്കിത് ഇവിടെ എത്താനായിട്ട് പറ്റും. സിമ്പിളാണ്. ഒരുപാട് കോംപ്ലിക്കേഷൻ ഉണ്ടാക്കരുത്, ഒരുപാട് മെറ്റീരിയലും കൊണ്ടുവരരുത്. ഓപ്ഷണൽ പേപ്പർ ഏതായിരുന്നു ചൂസ് ചെയ്തത്? അത് എങ്ങനെയാണ്, എന്തിൻ്റെ ബേസിലായിരിക്കണം? നമ്മളിപ്പോൾ ഓപ്ഷണൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് അവൈലബിൾ ആണല്ലോ. അപ്പോൾ എങ്ങനെയായിരിക്കും നമുക്കൊരു കറക്റ്റ് ഓപ്ഷണൽ പേപ്പേഴ്സ് ചൂസ് ചെയ്യാനായിട്ട് പറ്റുക? എൻ്റെ ഓപ്ഷനിൽ പി എസ് ഐ ആറാണ്. ഞാൻ ആദ്യം പൊളിറ്റി പഠിച്ചു. അപ്പോൾ എനിക്ക് പൊളിറ്റി ഭയങ്കരമായിട്ട് ഇഷ്ടം തോന്നി. അപ്പോൾ അങ്ങനെയാണ് ഞാൻ പി എസ് ഐ ആർ എടുത്തത്. പക്ഷേ പി എസ് ഐ ആർ ഇത്രയും വലിയ വാസ്റ്റ് സബ്ജക്റ്റ് ആണെന്നൊന്നും അറിഞ്ഞിട്ടല്ല ഞാൻ എടുത്തത്. പക്ഷേ പി എസ് ഐ ആറും ആണ് പബ്ബാഡും പി എസ് ഐ ആറാണ് നല്ലൊരു വാസ്റ്റ് സബ്ജക്റ്റ്. അപ്പോൾ അത് ഇഷ്ടമുള്ളവർക്ക്, ഇപ്പോൾ ഇൻ്റർനാഷണൽ റിലേഷനെ കുറിച്ച് ഇഷ്ടമുള്ളവർ, പിന്നെ പൊളിറ്റീനെ ഇഷ്ടമുള്ളവർ, അങ്ങനെ ഇഷ്ടമുള്ളവർക്ക് അത് എടുക്കാം. അല്ലാത്തവർക്ക് ഇപ്പോൾ സിമ്പിളായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് സിലബസ് ചെറുത് ഉള്ള ഒരു ഓപ്ഷനാണ് ആന്ത്രപ്പോളജി, സോഷ്യോളജി. ഇത് രണ്ടും വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു സിലബസ് ആണ്. കുറച്ച് ഇതിൻ്റെ എനിക്ക് തോന്നുന്ന ഒരു 3/4 ഭാഗമുള്ള മറ്റേനെ. പക്ഷേ പി എസ് ഐൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ GS2ഉം GS4ഉം നമുക്ക് അതിനകത്ത് യൂസ് ചെയ്യാൻ പറ്റും. SAക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ കുറേ ഇൻ്റർലിങ്ക് ചെയ്ത് തന്നെ, അതായത് ഓവർലാപ്പ് ചെയ്ത പരിപാടി ഈ പി എസ് ഐ ആറിലുണ്ട്. പിന്നെ രണ്ടാമത് വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലർ ഇപ്പോൾ ഓപ്ഷനിൽ മാത്സ് എടുക്കുന്നവരുണ്ട്. മാത്സ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർ മാത്സ് എടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. കെമിസ്ട്രി എടുക്കുന്നവരുണ്ട്. ഇപ്പോൾ ഞാൻ വളരെ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. മാത്സ് ഓപ്ഷനിലായിട്ടുള്ള ഒരാൾ കെമിസ്ട്രി എടുത്ത് പാസ്സായവരുണ്ട്. എൻ്റെ ഒരു ഫ്രണ്ട് ഇപ്പോൾ ലബാസ്നയിൽ മസൂരി ചെന്നപ്പോഴത്തേക്ക് ഞാൻ അങ്ങനെ അതാതെ പരിചയപ്പെട്ടു. അപ്പോൾ ചിലരത് ഇപ്പം അവനോട് ചോദിച്ചപ്പോൾ പറഞ്ഞ് എനിക്ക് ഇങ്ങനെ ഒരു അഡ്വഞ്ചർ ആയിട്ടുള്ള സംഭവം ചെയ്യണമെന്നാണ്. രണ്ടും രണ്ട് ഫോളാണ്. അപ്പോൾ കോളേജിൽ ഓപ്ഷനിൽ പഠിച്ച മാത്സ് ഓപ്ഷനിൽ പഠിച്ച ഒരാൾ ഇപ്പോൾ ഇവിടെ വന്നിട്ട് നമ്മളിപ്പോൾ കുറച്ച് നാൾ കൊണ്ട് കെമിസ്ട്രി പഠിക്കുക എന്ന് പറഞ്ഞാൽ നിസ്സാര പരിപാടിയില്ല. അപ്പോൾ കെമിസ്ട്രി കുറച്ചുകൂടി ടെക്നിക്കലായിട്ടായിരിക്കും വരുവോളം ചെയ്യുക ക്വസ്റ്റ്യൻസ്. അപ്പോൾ അവനത് ഹാൻഡിൽ ചെയ്ത് അവനത് അഡ്വഞ്ചർ ആക്കി എടുത്തത് ചെയ്തു. പക്ഷേ ഒരു 6 അറ്റംപ്റ്റ് എടുത്തത് ക്ലിയർ ചെയ്യാനായിട്ട്. ബാക്കി എല്ലാ സബ്ജക്റ്റിനും നല്ല മാർക്ക് കൊണ്ട് ഓപ്ഷനിൽ കിട്ടില്ലായിരുന്നു. വീണ്ടും 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 അവൻ പെർസീവ് ചെയ്ത് ഇവിടം വരെ എത്തി. അപ്പോൾ അത് ഓരോരുത്തരുടെ സ്ട്രാറ്റജിയാണ്. ഇപ്പോൾ എനിക്ക് ഇപ്പോൾ പി എസ് ആർ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയുകൊണ്ട് ഞാൻ എടുത്തതാണ്. GS പേപ്പേഴ്സിൻ്റെ കേസിൽ വരുമ്പോൾ നമ്മുടെ പ്രിപ്പറേഷൻസ്, നമ്മൾ യൂസ് ചെയ്യേണ്ട റിസോഴ്സസ് ഒക്കെ എങ്ങനെയായിരുന്നു? എനിക്ക് ബേസിക് ആയിട്ടുള്ള നോട്ട്ബുക്ക് ഉണ്ടായിരുന്നു. എല്ലാവരും പറയും നോട്ട്ബുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് നമ്മളിപ്പോൾ വേറൊരാളുടെ നോട്ടിൽ നിന്നോ അല്ലെങ്കിൽ വേറൊരു ഒരു സോഴ്സിൽ നിന്ന് പഠിക്കാൻ നേരത്തുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് എവിടുന്നാണ് എങ്ങനെയാണ് നമ്മൾ പഠിച്ചതെന്ന് നമുക്ക് പിന്നെ നമ്മുടെ അടുത്ത് നോക്കാൻ നേരത്ത് പാടായിരിക്കും. നമുക്ക് നമ്മുടെ തന്നെ നോട്ട് ഉണ്ടെങ്കിൽ എന്താ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ നമുക്കിത് എവിടെയാണ് നമ്മൾ എഴുതി വെച്ചത് നമുക്ക് മനസ്സിലാവും. അപ്പോൾ പെട്ടെന്ന് മറച്ച് നോക്കണമെങ്കിൽ നമുക്ക് സുഖമായിട്ട് മറച്ച് നോക്കാനായിട്ട് പറ്റും. ആ ഒരു കാര്യം. പിന്നെ റിസോഴ്സ് എന്ന് പറഞ്ഞാൽ കറണ്ട് അഫയേഴ്സ് റിസോഴ്സ് ഞാൻ ഒരുപാട് യൂസ് ചെയ്തിട്ടുണ്ട് ഇതിനകത്ത്. എന്ന് പറഞ്ഞാൽ ഡെയിലി ഞാൻ ഈ പറഞ്ഞ പോലെ റിവൈസ് ചെയ്യുന്ന പരിപാടികളുണ്ട്. വിഷൻ്റെ മന്ത്ലി മാഗസിൻ, അതൊക്കെയായിരുന്നു എൻ്റെ പരിപാടി. പിന്നെ GS അതാണ് ഞാൻ ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്. വേറെ അല്ലാണ്ട് പുറത്തുനിന്ന് വാസ്റ്റായിട്ട് ഞാൻ വായിക്കുന്ന സ്വഭാവമൊന്നും ഇല്ലായിരുന്നു. എല്ലാവരും പറയുന്നത് ഇത് തന്നെയാണ്. നമുക്കൊരു ബേസിക് ഉള്ളൊരു റിസോഴ്സ് ഉണ്ട്. അതിനകത്ത് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് റിവൈസ് ചെയ്ത് പിന്നെ ഈ ആൻസർ ചെയ്ത് ആ റിസോഴ്സ് വെച്ചിട്ട് നമ്മൾ എങ്ങനെ ആൻസർ എഴുതുമെന്നാണ് ഈ മെയിൻസിൻ്റെ ഇമ്പോർട്ടൻസ് ഇരിക്കുന്നത്. മെയിൻലി യൂസ് ചെയ്ത ഏതെങ്കിലും ബുക്സോ മെറ്റീരിയൽസോ ഒക്കെ ഉണ്ടോ റെഫർ ചെയ്യാനായിട്ട് യൂസ് ചെയ്തത്? ഇപ്പോൾ ആർട്ട് ആൻഡ് കൾച്ചർ പറയുകയാണെങ്കിൽ നിതിൻ സിംഗാനിയ, പിന്നെ ഹിസ്റ്ററി ആണെങ്കിൽ സ്പെക്ട്രം, പൊളിറ്റി ആണെങ്കിൽ ലക്ഷ്മികാന്ത്. ഇത് കോമൺ ആയിട്ട് എല്ലാവരും പറയുന്ന കാര്യം തന്നെയാണ്. വേറെ അതിൽ പുറമേ ഒന്നും നമ്മളങ്ങനെ നോക്കേണ്ട കാര്യമില്ല. ബേസിക് കുറച്ച് ബുക്സ് ഉണ്ട്. ആ ബുക്സിൽ നിന്ന് കുറച്ച് നോട്ട്സ് ഉണ്ടാക്കുക, ആ നോട്ട്സ് റിവൈസ് ചെയ്യുക. ഈ നോട്ട്സ് വെച്ചിട്ട് നമ്മുടെ ലിമിറ്റഡ് റിസർച്ച് വെച്ചിട്ട് എങ്ങനെ ആൻസർ എഴുതാനായിട്ട് പഠിക്കുക. ഇത്രയും സിമ്പിളാണ്. പറയുമ്പോൾ എളുപ്പത്തിൽ കഴിഞ്ഞ്, പക്ഷേ അത് പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ എളുപ്പമായിരിക്കും. നമുക്ക് ഈ ബേസിക് ബുക്സ് കൂടാതെ ഇപ്പോൾ മാർക്കറ്റിൽ ഒരുപാട് ബുക്സ് അവൈലബിൾ ആണ്. അപ്പോൾ ചിലരൊക്കെ ഒരുപാട് ഓവറായിട്ട് ഒരുപാട് മെറ്റീരിയൽസ് റെഫർ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? ശരിക്കും അതിൻ്റെ ആവശ്യമുണ്ടോ? ഡിസ്ട്രാക്ഷൻസ് എന്നാണ് ഞാൻ പറയുള്ളത്. ബിക്കോസ് നമ്മളിപ്പോൾ ഈ കേരളത്തിൽ അത്രയും പ്രശ്നമില്ല. ഡൽഹിയിലൊരു മാർക്കറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കണതാണ്, നിരന്നിരിക്കണം കാണാനായിട്ട് പറ്റും. പക്ഷേ അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. ഞാൻ പറഞ്ഞില്ല, നമ്മുടെ ബേസിക് ആയിട്ടുള്ള റിസോഴ്സ് മാത്രം മതി നമുക്ക്. പിന്നെ ഇൻ്റർനെറ്റിൽ നിന്ന് ആവശ്യത്തിൽ കൂടുതൽ റിസോഴ്സ് ഇൻ്റർനെറ്റ് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു റിസോഴ്സ്, എനിക്ക് ചെറിയൊരു അബദ്ധം പറ്റിയത്, അബദ്ധം എന്ന് പറഞ്ഞാൽ ഞാൻ പറയണത് അതും ഈ പറഞ്ഞ പോലെ പഠനമാണ്. 2 കറണ്ട് അഫയേഴ്സ് ഞാൻ വായിക്കാനായിട്ട് നോക്കി. അപ്പോൾ ഞാൻ ആദ്യമേ എൻ്റെ വിഷൻ്റെ സബ്ജക്റ്റ് ആയിരുന്നു. പിന്നെ വേറൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ കറണ്ട് അഫയേഴ്സ് ഞാൻ വായിക്കാനായിട്ട് നോക്കി. അപ്പോൾ ഇത് വെറുതെ ആവശ്യമില്ലാണ്ട് കുളമായി പോയി. പിന്നെ ഞാൻ 1 മാസം കഴിയുമ്പോൾ അത് നിർത്തി. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ആ റിസോഴ്സ് വിശ്വസിക്കാൻ നമ്മൾ എങ്ങനെ അത് റെപ്ലിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഈ ആൻസർ എഴുതാൻ നേരത്ത് എങ്ങനെ അത് റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റും. ചുമ്മാ അവിടെ ചെന്നിരുന്നിട്ട് നമ്മൾ സെയിം കാര്യം തന്നെ എഴുതി വെച്ചിട്ട് കാര്യമില്ല. ഇതെങ്ങനെ ആ ക്വസ്റ്റ്യൻ പല രീതിയിൽ വരാം. ഇപ്പോൾ നമ്മൾ പഠിച്ച രീതിയിലായിരിക്കില്ല ക്വസ്റ്റ്യൻ വരാം. അപ്പോൾ ക്വസ്റ്റ്യൻ പല രീതിയിൽ വരാൻ നേരത്ത് അതിനനുസരിച്ച് നമ്മളിതെങ്ങനെ മാറ്റിമറിക്കാം, നമ്മൾ വേറൊരു റിസോഴ്സ് എങ്ങനെ മാറ്റിമറിക്കാം എന്നാണ് നമ്മൾ പഠിക്കേണ്ടത്.
അതുപോലെ തന്നെ ഇപ്പോൾ മെയിൻസിൽ നമുക്ക് റൈറ്റിംഗ് സ്കിൽസ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിന് വേണ്ടി ഒരു സെപ്പറേറ്റ് ടൈം മാറ്റി വെച്ച് എന്തെങ്കിലും സ്കിൽസ് അതിൽ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നേ? ആവശ്യമുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ 1 അവർ 1 1/2 അവേഴ്സ് ഒക്കെ അതിന് വേണ്ടിയിട്ട് ചിലപ്പോൾ ഡെഡിക്കേറ്റ് ചെയ്യാറുണ്ട്. ഇപ്പോൾ PSIR-നാണെങ്കിലും GS-നാണെങ്കിലും SIക്കാണെങ്കിലും ഒരു ഒരു ദിവസം ഒരു 1 1/2 അവേഴ്സ് ഡെഡിക്കേറ്റ് ചെയ്യാറുണ്ട്. സെപ്പറേറ്റ് ടെസ്റ്റ് സീരീസ്, മോക്ക് എക്സാം. ടെസ്റ്റ് സീരീസ് കാണും. ഇപ്പോൾ 3 അവേഴ്സ് നമുക്കൊരു ആദ്യം ചെന്നിരുന്ന് എഴുതാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. 3 അവേഴ്സ് 20 ക്വസ്റ്റ്യൻ എഴുതാന്ന് പറഞ്ഞാൽ നിസ്സാര പരിപാടിയല്ല. ടൈം മാനേജ്മെൻറ്റ് കറക്റ്റായിട്ട് ചെയ്യണം. അപ്പോൾ ആദ്യം ഒരാൾ ചെന്നിട്ട് 3 അവറിൽ നമുക്കെല്ലാം അറിയാമെന്ന് പറഞ്ഞ് ചെന്ന് എഴുതി കഴിഞ്ഞാൽ നടക്കില്ല കാര്യം. അപ്പോൾ നമ്മളത് നേരത്തെ പോലെ തന്നെ പ്രാക്ടീസ് ചെയ്തിട്ട് ഇപ്പോൾ ഈ പറഞ്ഞ പ്രാക്ടീസ് ചെയ്യാൻ നേരം ഒരു മെൻ്റൽ ഫാറ്റീഗ് വരും. ഒരു 3 to 4 ക്വസ്റ്റ്യൻസ് എഴുതി കഴിയാൻ നേരത്ത്. കാരണം നമ്മൾ ഒരു 4-5 ക്വസ്റ്റ്യൻ എഴുതാൻ നേരത്ത് അരമണിക്കൂറാവും. ഈ അരമണിക്കൂർ കണ്ടിന്യൂസ് ഫോക്കസ് ചെയ്ത് എഴുതിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഒരു മെൻ്റൽ ഫാറ്റീഗ് വരും. അപ്പോൾ ഇതൊക്കെ ഹാൻഡിൽ ചെയ്യാനായിട്ട് ഈ ടെസ്റ്റ് സീരീസ് എടുത്താലാണ് പഠിക്കുള്ളൂ. ഫ്രീ ടെസ്റ്റ് സീരീസ് എടുക്കാം, അല്ലാത്ത പെയ്ഡ് ടെസ്റ്റ് സീരീസ് എടുക്കാം. ഞാനതൊരു സെക്കൻഡ് അറ്റംപ്റ്റ് കഴിഞ്ഞപ്പോഴത്തേനും ഫ്രീ ആയിട്ടുള്ള പരിപാടി തന്നെയാണ് ചെയ്തത്. ഫ്രീ മതി ശരിക്കും. പക്ഷെ നമ്മുടെ ഒരു പേടിയുണ്ടല്ലോ, അതാണ് നമ്മളെ പെയ്ഡ് ആയിട്ടുള്ള പരിപാടി ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അത് തന്നെയാണ് ഈ മാർക്കറ്റിൻ്റെ ഒരു പ്രശ്നം. ഇപ്പം നമ്മൾ ഫ്രീ ആയിട്ട് എടുക്കുമ്പോൾ അവിടെ നമുക്കത് റിവ്യൂ ചെയ്യാൻ ആരുമില്ലല്ലോ. അപ്പോൾ ആ ഒരു ഫീഡ്ബാക്കും റിവ്യൂവും നമുക്ക് കിട്ടേണ്ടത് ശരിക്കും ആവശ്യമുണ്ട്. അത് കുഴപ്പമില്ല. നമ്മളീ പറഞ്ഞ പോലെ ഞാനീ പറഞ്ഞ പോലെ പേഴ്സണൽ കണക്ഷൻ വിത്ത് മെൻറ്റേഴ്സ്. ഇപ്പോൾ എനിക്ക് ചെയ്തുകൊണ്ടിരുന്നത് ഞാൻ ഫ്രീ ആയിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത്. എനിക്ക് നിതിൻ എന്ന് പറഞ്ഞ സാറ് ഫ്രീ ആയിട്ടാണ് ചെയ്തു തന്നുകൊണ്ടിരുന്നത്. പിന്നെ അല്ലാണ്ട് പീർ റിവ്യൂ ഉണ്ട്. ഇപ്പോൾ ഞാൻ എൻ്റെ റൂംമേറ്റിനെ കാണിക്കുമായിരുന്നു. അവിടെയുള്ള റൂംമേറ്റിനെ കാണിക്കും. ഇത് എങ്ങനെയുണ്ട്, വ്യത്യാസമുണ്ടോ, കഴിഞ്ഞ വർഷത്തേക്കാൾ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടോ എന്നൊക്കെ പറയാൻ നേരത്ത് അങ്ങനെ നമുക്ക് റിവ്യൂ എടുക്കാം. അതുകൊണ്ട് അങ്ങനെ റിവ്യൂവിൽ അങ്ങനെ പ്രശ്നമൊന്നും വരാനില്ല. പിന്നെ നമ്മൾ സെൽഫ് റിവ്യൂ ചെയ്യും. ഇപ്പോൾ ഡെയിലി ആൻസർ റൈറ്റിംഗ് എഴുതാൻ നേരത്ത് എല്ലാ ദിവസവും നമുക്ക് ടെസ്റ്റ് എഴുതാനായിട്ട് പറ്റില്ല 3 അവേഴ്സിൻ്റെ. കാരണം അതിന് ടൈമും ഇല്ല. വീക്കിലിയാണ് നമ്മൾ 3 അവർ ടെസ്റ്റ് എഴുതുക. അപ്പോൾ ഡെയിലി നമ്മൾ എഴുതുമ്പോൾ 1 അവർ എഴുതും. എന്നിട്ട് നമ്മൾ നോക്കും ഇതെങ്ങനെയുണ്ടെന്ന് നോക്കും. നമ്മൾ ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തിയിട്ടുണ്ടോ, ഇന്നലെയും ഇന്നും തമ്മിലുള്ള വ്യത്യാസമുണ്ടോ, എന്നിട്ട് ചിലപ്പോൾ റൂംമേറ്റിനെ കാണിക്കും. അങ്ങനെയാണ് ഞാൻ റിവ്യൂ ചെയ്തുകൊണ്ടിരുന്നത്. അതുപോലെ മെയിൻസിൽ വരുമ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിൽ വേർഡ് ലിമിറ്റും പറയാറുണ്ട്. അപ്പോൾ അതിനുള്ളിൽ നമുക്ക് എങ്ങനെ നമ്മുടെ ആൻസർ കംപ്ലീറ്റ് ആക്കാം? അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും പ്രാക്ടീസിങ് ചെയ്തിട്ടുണ്ടോ? പ്രാക്ടീസ് പറഞ്ഞ പോലെ തന്നെ സെയിം പരിപാടി തന്നെ. പക്ഷേ ഞാൻ പറയുകയാണെങ്കിൽ വേർഡ് ലിമിറ്റിനേക്കാളും കൂടുതൽ ടൈം ലിമിറ്റാണ്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ 250 വേർഡിൽ ഇപ്പോൾ 15 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ 250 വേർഡ്സിൽ എഴുതി തീർക്കണം. അപ്പോൾ 250 വേർഡ്സിൽ കൂടുതൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ 3 അവേഴ്സ് നമുക്ക് എഴുതി തീർക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ആ ടൈം ലിമിറ്റ് നമ്മൾ മാനേജ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുകയാണ്. വേർഡ് ലിമിറ്റ് അല്ല, ടൈം ലിമിറ്റാണ് ഞാൻ കണ്ടതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതുപോലെ തന്നെ നമ്മളിപ്പോൾ മെയിൻസിലേക്ക് വരുമ്പോൾ നമ്മൾ പ്രിപ്പറേഷനിൽ എന്തൊക്കെയാണ് മെയിൻലി ഫോക്കസ് ചെയ്യേണ്ടത്? ഇനി പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസിന് എടുത്ത് മെയിൻസ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും ഒരു ആൻസർ? മെയിൻസ് എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ നേരത്ത് നിങ്ങൾ സിമിലർ ആയിട്ടുള്ള റിസോഴ്സ് തന്നെ യൂസ് ചെയ്താൽ മതി. അല്ലാണ്ട് കൂടുതലായിട്ട് വേറെ അഡീഷണൽ പോകണ്ട. പിന്നെ ആകെയുള്ള ചേഞ്ച് വരുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഓപ്ഷനിലും എത്തിക്സും ഇതും ഡിഫറെൻ്റ് ആണ്. നമുക്ക് പ്രിലിംസിൽ ഇല്ലാത്ത കാര്യമാണ്. സോ അത് പഠിച്ചേ പറ്റുള്ളൂ. അപ്പോൾ അതിന് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ടൈം കൊടുക്കുക, ഇമ്പോർട്ടൻസ് കൊടുക്കുക. കാരണം ഇത് വളരെ ഡിസൈഡിങ് ഫാക്ടറാണ്. എത്തിക്സ്, എസ്എ, പിന്നെ ഈ നമ്മുടെ ഓപ്ഷണൽ സബ്ജക്റ്റ്. അപ്പോൾ അതിന് സെപ്പറേറ്റ് ആയിട്ട് ടൈം കൊടുക്കുക. പിന്നെ ഡെയിലി ആൻസർ റൈറ്റിംഗ് എഴുതുക. പിന്നെ ടെസ്റ്റ് എഴുതിയിട്ട് റിവ്യൂ മേടിക്കുക. റിവ്യൂ സാർമാരെ നിന്ന് മേടിക്കാം, അല്ലാണ്ട് നമ്മുടെ പീർ റിവ്യൂ മേടിക്കാം, സ്വന്തമായിട്ട് റിവ്യൂ ചെയ്യാം. ഇതൊക്കെയാണ് മെയിൻസിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ. മെയിൻസ് പ്രിപ്പറേഷനിൽ കോമൺലി കണ്ടുവരുന്ന മിസ്റ്റേക്സ്, ഇപ്പോൾ ഒരുപാട് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടല്ലോ സിവിൽ സർവീസ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ കോമൺ ആയിട്ട് കണ്ടുവരുന്ന മിസ്റ്റേക്സ് എന്തൊക്കെയായിരിക്കും? കോമൺ ആയിട്ടുള്ള ഒരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ സിലബസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവില്ല. ഈ പറഞ്ഞ പോലെ ഫെബ്രുവരി മാർച്ച് ഒക്കെ ആകുമ്പോഴത്തേനും കംപ്ലീറ്റ് ചെയ്യേണ്ട സിലബസ് ഇവർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവില്ല. അത് ഓപ്ഷനിലാണ് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത്. അപ്പോൾ നമ്മൾ ടെൻസ്ഡ് ആയിരിക്കും. ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ, അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ, എന്നിട്ട് ആൻസർ ചെയ്ത് തീർക്കാൻ പറ്റുമോ. അപ്പോൾ നമ്മളിപ്പോൾ ഒരാഴ്ച ചെയ്ത് തീർക്കേണ്ട ടെസ്റ്റ് അത് ചിലപ്പോൾ ബാക്കായി പോകും. പിന്നെ നമ്മളെല്ലാം കൂടെ അവസാനം എഴുതണം. അപ്പോൾ നമുക്ക് നമ്മളൊരു പീസ് ഓഫ് മൈൻഡിൽ അവിടെ ചെന്നിരുന്ന് എഴുതിയ ലാസ്റ്റ് എക്സാമിന് എഴുതിയാലാണ് ആ ഒരു റിസൾട്ട് കിട്ടുള്ളൂ. എന്നിട്ട് നമ്മൾ ഹറിബറി ആയിട്ട് പോയി എഴുതി കഴിഞ്ഞാൽ ഇച്ചിരി പാടായിരിക്കും അത് എഴുതുക, എസ്പെഷ്യലി എൻ്റെ കാര്യത്തിൽ. അപ്പോൾ ഇത് ഞാൻ കണ്ടുവന്നത് എൻ്റെ കൂട്ടുകാരിലും ഇതാണ് ഞാൻ മെയിനായിട്ട് കണ്ടത്. സിലബസ് തീർക്കില്ല, പിന്നെ അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ ബാക്ക് വെച്ചുകൊണ്ടിരിക്കും. ഇപ്പോൾ ഇത് പഠിച്ചിട്ട് എഴുതി തീർക്കുക, അത് പറ്റില്ല. അത് അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് എഴുതുക. പിന്നെ ചിലർ ആൻസർ എഴുതാനായിട്ട് മടിക്കുക, എല്ലാ ദിവസവും ആൻസർ എഴുതില്ല, കൃത്യമായിട്ട് ടെസ്റ്റ് എടുക്കില്ല. ഇതൊക്കെയാണ് കോമൺ ആയിട്ട് കണ്ടുവരുന്ന മിസ്റ്റേക്സ്. ഇന്നിപ്പോൾ നമുക്ക് മെയിൻസ് റീജിയണൽ ലാംഗ്വേജസിൽ എഴുതാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ മലയാളം നമുക്ക് വേണമെങ്കിൽ ചൂസ് ചെയ്യാം. അപ്പോൾ അങ്ങനെ ചൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അതിനുള്ള റിസോഴ്സസ് ഇന്ന് കേരളത്തിൽ അവൈലബിൾ ആണോ? അത് റീജിയണൽ ലാംഗ്വേജ് മലയാളം ചൂസ് ചെയ്യുന്നതിനെ കുറിച്ചുള്ള ഒപ്പീനിയൻ എന്താ? എഴുതുന്നതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷേ റിസോഴ്സസ് അവൈലബിൾ അല്ല. അത് സ്വന്തമായിട്ട് തന്നെ നമ്മൾ കാര്യങ്ങൾ കയ്യിലെടുത്തിട്ട് ചെയ്തേ പറ്റുള്ളൂ. റിസോഴ്സസ് ഒരിക്കലും അവൈലബിൾ അല്ല. പിന്നെ ചിലർ ഇപ്പം നല്ല മെൻറ്റേഴ്സൊക്കെ ആണെങ്കിൽ അവരത് റെഡിയാക്കി തരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ കറക്റ്റ് ചെയ്ത് അറ്റ്ലീസ്റ്റ് കറക്റ്റ് ചെയ്യാനുള്ള സംഭവമെങ്കിലും വേണം. അപ്പോൾ നല്ല മെൻറ്റേഴ്സ് ആണെങ്കിൽ അവരത് കറക്റ്റ് ചെയ്ത് തരും. ഇപ്പോൾ എൻ്റെ ഈ പറഞ്ഞ പോലെ PSIR നിതിൻ മേനോൻ എന്ന് പറഞ്ഞ സാറിന് പുള്ളിക്ക് അങ്ങനെ മലയാളം അങ്ങനെ കൃത്യമായിട്ട് അറിയുമെന്നില്ല. ബിക്കോസ് ഈ സ്റ്റഡീഡ് എബ്രോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിന് വെളിയിലാണ് പഠിച്ചത്.
പുള്ളിക്ക് മലയാളം അങ്ങനെ കൃത്യമായിട്ടല്ല, പക്ഷേ പുള്ളി എഫേർട്ട് എടുത്തിട്ട് പുള്ളിയുടെ അമ്മേനെ കൊണ്ടും വൈഫിനെ കൊണ്ടും ഒക്കെ ഈ പറഞ്ഞ പേപ്പറൊക്കെ ഒരാളേ ഉള്ളൂ, എന്നിട്ടും ആ എഫേർട്ട് എടുത്ത് കറക്റ്റ് ചെയ്യിപ്പിച്ചു. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് തന്നെ റിസോഴ്സസ് അവൈലബിൾ അല്ല, പക്ഷേ നല്ല മെൻറ്റേഴ്സ് ഉണ്ടെങ്കിൽ അത് ചെയ്യാവുന്നതാണ്. ഇറ്റ്സ് ഡൂവബിൾ. എസ്സേ പേപ്പറിന്റെ കാര്യം പറയുമ്പോൾ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? പ്രത്യേകിച്ച് എന്തെങ്കിലും പ്രിപ്പറേഷനിൽ എന്തെങ്കിലും മാറ്റങ്ങളുണ്ടോ? എസ്സേ എല്ലാ ദിവസവും പറ്റുവാണെങ്കിൽ ബ്രെയിൻ സ്റ്റോം ചെയ്യുക ലാസ്റ്റൊക്കെ ആകുമ്പോഴത്തേനും. പിന്നെ ഒരു വീക്ക്ലി ലാസ്റ്റ് മെയിൻസിൻ്റെ ടൈമൊക്കെ ആകുമ്പോഴത്തേനും വീക്ക്ലി ഒരു എസ്സേ എഴുതുക. ഇതൊക്കെ തന്നെയാണ് സ്ട്രാറ്റജി ഉണ്ടാകുന്നത്. പിന്നെ പറഞ്ഞ പോലെ കണക്ഷൻസ് ഫോളോ ചെയ്യുക. ഒരു പാരഗ്രാഫ് എടുത്തിട്ട് അടുത്ത പാരഗ്രാഫ് ആകുമ്പോഴത്തേനും ആ ഫ്ലോ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. ഇപ്പോൾ ഒരു പാരഗ്രാഫിൽ ഒരു കാര്യം എഴുതി അടുത്ത പാരഗ്രാഫ് വേറെ പല കിടക്കുന്ന സാധനം എഴുതുക. അപ്പോൾ ഇത് പല കിടക്കുന്ന സാധനമാണെങ്കിലും അത് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം നമ്മൾ പഠിക്കുക. അത് എഴുതിയാണ് വരുള്ളൂ. ചിലർക്കത് ഇൻബിൽട്ടായിട്ടുണ്ട്. പറഞ്ഞ ലിറ്ററേച്ചർ എടുത്ത ആളുകൾക്ക് അങ്ങനെ ഇൻബിൽട്ടായിട്ടുണ്ട്. പക്ഷേ എല്ലാവർക്കും അതില്ല. ഇപ്പോൾ എഞ്ചിനീയറിംഗ് പഠിച്ച ആളുകൾക്ക് പ്രത്യേകിച്ചില്ല. അപ്പോൾ അത് കണക്ട് ചെയ്യാനായിട്ട് പഠിക്കുക. ഫ്ലോ മെയിൻറ്റെയിൻ ചെയ്യുക. എസ്സേക്ക് ഇപ്പോൾ 1200 വേർഡിൻ്റെ എസ്സേ എഴുതുവാണെങ്കിൽ ആ ഫ്ലോ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകും. എൻ്റെ ടോപ്പിക്കിൽ നിന്ന് വിട്ടു പോകാണ്ട് ഫ്ലോ മെയിൻറ്റെയിൻ ചെയ്യുക. അത് പ്രാക്ടീസിലൂടെയാണ് പഠിക്കുകയുള്ളൂ. ഇപ്പോൾ മെയിൻസിന്റെ ആൻസർ റൈറ്റിങ്ങിൽ നമ്മൾ കറന്റ് അഫയേഴ്സ് ആയിട്ട് കണക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് എത്രത്തോളം ഇൻക്ലൂഡ് ചെയ്തിട്ടായിരുന്നു ആൻസേഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നത്? ഞാൻ നല്ല രീതിയിൽ ഇൻക്ലൂഡ് ചെയ്യാറുണ്ട്. ബിക്കോസ് ഞാൻ ഡെയിലി പേപ്പർ വായിക്കായിരുന്നു. ഡെയിലി എൻ്റെ ആൻസർ റൈറ്റിങ്സ് ഡെയിലി ഞാൻ റിവൈസ് ചെയ്യണതുകൊണ്ട് എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റുമായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ നമുക്കിപ്പോൾ ഒരു എക്സാം എഴുതി കഴിഞ്ഞിട്ട് അതിൻ്റെ പേപ്പേഴ്സ് ഉണ്ടാവും. ഇപ്പോൾ ആൻസർ പേപ്പേഴ്സ് ഉണ്ടാവും. അത് ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ട് തരും. ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പേപ്പർ വായിക്കാൻ നേരത്ത് നമുക്ക് മനസ്സിലാവും ഇതിനകത്ത് ഈ ഡാറ്റ ഇൻക്ലൂഡ് ചെയ്യുക. അപ്പോൾ നമ്മൾ എഴുതി വയ്ക്കും ഈ ഡാറ്റ ഇൻക്ലൂഡ് ചെയ്യാന്ന് പറഞ്ഞിട്ട്. അപ്പോൾ കറണ്ട് അഫയേഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. കറണ്ട് അഫയേഴ്സ് കൊടുക്കാൻ നേരത്ത് എക്സാമിനർ മനസ്സിലാക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ കറക്റ്റായിട്ട് പേപ്പർ വായിക്കുന്നുണ്ടെന്ന് ചിലപ്പോൾ എക്സാം നോക്കുന്ന ആളുകൾക്കും അത് കണക്ട് ആക്കാനായിട്ട് വരും. റീസെൻ്റ്ലി വായിച്ച പേപ്പേഴ്സ് അല്ലേ. അപ്പോൾ അങ്ങനെ ഈ മെയിൻസിന്റെ കേസിൽ ചിലരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഒരു ബന്ധമില്ലാത്ത ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നു. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഫേസ് ചെയ്തിട്ടുണ്ടോ? അതെങ്ങനെയാണ് ടാക്കിൾ ചെയ്തത്? ചെയ്തിട്ടില്ല എന്നല്ല. ബന്ധമില്ലാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2021 ഞാൻ ആകെ ഫേസ് ചെയ്തത്. പക്ഷേ അത് ഇപ്പോൾ പറഞ്ഞ പോലെ എന്തായാലും വിട്ടു പറയാൻ പറ്റില്ല. എല്ലാവരും എഴുതും. അപ്പോൾ നമുക്കത് 1 മാർക്കാണെങ്കിലും 1.5 മാർക്കാണ്. ഇപ്പോൾ 10 മാർക്കിൻ്റെയും 1 മാർക്ക് കിട്ടിയാലും അത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എല്ലാവരും മേ ബി അങ്ങനെ തന്നെയായിരിക്കും കാണിച്ചിരിക്കുന്നത്. സോ നമ്മളും അതുപോലെ എന്തെങ്കിലും ഏകദേശം കണക്ട് ചെയ്യും. എവിടെന്നെങ്കിലും ഒരു കണക്ഷനുള്ള സംഭവം നമ്മൾ കണക്ട് ചെയ്ത് എഴുതും. പിന്നെ ഈ റീസെൻ്റ്ലി വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഡെപ്ത് ആയിട്ടല്ല. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഇപ്പോൾ ചന്ദ്രയാൻ 3നെ കുറിച്ചിട്ട് കഴിഞ്ഞ വർഷം ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അത് പക്ഷേ വളരെ ഇൻബിൽട്ടായിട്ട് ഡെപ്തിലായിരുന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. ഇതിൻ്റെ കമ്പോണൻസ് എന്താണ്, അതെന്താണ് തന്നെ. അത് സാധാരണ പ്രിലിംസിന് തന്നെ ടൈപ്പ് ക്വസ്റ്റ്യനാണ്. പക്ഷേ കമ്പോണൻസ് എന്താണെന്ന് പ്രത്യേകിച്ച് ചോദിച്ചുകൊണ്ട് നമ്മൾ ഇച്ചിരി ബുദ്ധിമുട്ടി. പക്ഷേ എന്നാലും ഇവിടുന്ന് കണക്ട് ചെയ്ത് കുറച്ച് കാര്യങ്ങൾ വായിച്ചപ്പോൾ കറണ്ട് അഫയേഴ്സ് കുറച്ച് വായിച്ചുകൊണ്ട് കണക്ട് ചെയ്ത് എഴുതി. കറന്റ് അഫയേഴ്സിന്റെ പ്രിപ്പറേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് റീസെന്റ് ആയിട്ടുള്ളത് മതിയോ? അതെയോ ലാസ്റ്റ് എത്ര ഇയേഴ്സ് വരെയുള്ള കറന്റ് അഫയേഴ്സ് പ്രിപ്പറേഷൻ? ലാസ്റ്റ് ഒരു 1 ഇയറിൻ്റെ കറണ്ട് അഫയേഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമുക്ക് പല സ്ഥലത്ത് യൂസ് ചെയ്യാനായിട്ട് പോകും. കൂടുതലും നമ്മൾ യൂസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ചിലരൊക്കെ പറയും നമ്മൾ ബാക്ക് ഒരു 5 ഇയേഴ്സ് ഒക്കെ. അങ്ങനെയൊന്നുമില്ല. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ന്യൂസ് പേപ്പർ വായിച്ചാൽ മാത്രം മതി. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവം വീണ്ടും വീണ്ടും ന്യൂസ് പേപ്പറിൽ റിപ്പീറ്റഡ് ആയിട്ട് വരും. ആ റിപ്പീറ്റഡ് ആയിട്ടുള്ള കാര്യം മാത്രം നമ്മൾ എഴുതേണ്ട കാര്യമുള്ളൂ. അല്ലാണ്ട് ഈ പറഞ്ഞ വളരെ ഡിസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു സംഭവം, റാൻഡം ആയിട്ടുള്ള സംഭവം, ആർക്കും അറിയാത്തൊരു സംഭവം നമ്മൾ കോട്ട് ചെയ്ത് വെച്ചിട്ട് കാര്യമില്ലല്ലോ. അതിലെ കോട്ട് ചെയ്യുവാണെങ്കിൽ അത്ര ക്ലിയർ ആയിട്ട് കോട്ട് ചെയ്യണം. അത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ പ്രാക്ടിക്കലായിട്ടുള്ള സംഭവം 1 ഇയർ ആയിട്ടുള്ള സംഭവം പഠിക്കുക. അത്രയാണ്. ഇനി നമ്മൾ ഇന്റർവ്യൂയിലേക്ക് വന്നപ്പോൾ മെയിൻസ് കഴിഞ്ഞിട്ട് ഇന്റർവ്യൂയിലേക്ക് പോകുമ്പോൾ അവിടെ എന്തൊക്കെ പ്രിപ്പറേഷൻസിൽ എന്തൊക്കെ എക്സ്ട്രാ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു? ഞാൻ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോക്ക് ഇൻ്റർവ്യൂസ് എടുക്കുമായിരുന്നു. മോക്ക് ഇൻ്റർവ്യൂസ് പിന്നെ ഈ റീസെൻ്റ് ആയിട്ട് ഞാനിപ്പോൾ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിയർ ഇൻ്റർവ്യൂ. അപ്പോൾ എൻ്റെ കൂട്ടുകാരന്മാർക്ക് എന്നെ എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നതെന്ന് കൂടുതൽ മനസ്സിലാക്കാനായിട്ട് പറ്റും. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് തോന്നി. അപ്പോൾ പിയർ ഇൻ്റർവ്യൂ ഇസ് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ചേഞ്ചസ് ദാറ്റ് ഐ ഹാവ് മെയ്ഡ് ഡ്യൂറിങ് ദിസ് അറ്റംപ്റ്റ്. പിന്നെ ഉള്ളത് കോൺഫിഡൻസ് ബിൽഡിങ്. അതാണ് ഇമ്പോർട്ടൻറ്റ്. എനിക്ക് ഏറ്റവും കൂടുതൽ വേണ്ടിയിരുന്നതും കോൺഫിഡൻസ് ബിൽഡിംഗ് ആണ്. ഇപ്പോൾ എല്ലാവർക്കും ഡൗട്ട് ഉണ്ടാവും നമുക്കത് ചെയ്യാൻ പറ്റുമോ. നമ്മുടെ ഒരു ഈ പറഞ്ഞ ഇംഗ്ലീഷിൻ്റെ പ്രശ്നങ്ങളുണ്ട്. പിന്നെ നമ്മൾ വളർന്നു വന്ന സാഹചര്യത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട്. ഈ ലൊക്കാലിറ്റിയുടെ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ എല്ലാം നമ്മുടെ ഇപ്പോൾ പറഞ്ഞ അലട്ടും. ഇത് നമ്മളെ കൊണ്ട് പറ്റും. ഏറ്റവും എനിക്ക് തോന്നുന്നത് ലാസ്റ്റ് ആയപ്പോഴാണ് ഞാൻ ഇൻ്റർവ്യൂവിൽ ഏറ്റവും കൂടുതൽ ഞാൻ സെൽഫ് ഡൗട്ട് തോന്നിയത് എനിക്ക് ഏറ്റവും കൂടുതൽ ഇൻ്റർവ്യൂവിലാണ്. പക്ഷേ അതിനെ ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ പറഞ്ഞ പോലെ കൂട്ടുകാരോടും ഇപ്പോൾ പറഞ്ഞ പോലെ കറക്റ്റായിട്ട് നമ്മുടെ ഒരു ഷെഡ്യൂൾ ഫോളോ ചെയ്ത് മോക്ക് ഇൻ്റർവ്യൂസ് എടുത്ത് സാറുമാരുടെയൊക്കെ സപ്പോർട്ട് കൊണ്ടിട്ട് നമുക്കത് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റി കറക്റ്റായിട്ട്. ആ ഒരു ഇന്റർവ്യൂ ജേർണി, ആ ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാമോ? പ്രോസസ്സ് കാര്യങ്ങൾ എങ്ങനെയായിരുന്നു? അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ആദ്യം ഈ പറഞ്ഞ പോലെ നല്ല രീതിയിലുള്ള ഫ്രിസ്കിങ് ഉണ്ടാവും. കയറാൻ നേരത്ത് ഞാൻ പോയ സമയത്ത് ഭയങ്കര തണുപ്പായിരുന്നു. ഫെബ്രുവരി അല്ല, ജനുവരി 15th ആയിരുന്നു. ആ സമയത്ത് ഡൽഹിയിൽ ഏകദേശം 5 ഡിഗ്രി 6 ഡിഗ്രി വരുന്ന സമയത്ത്. അപ്പോൾ നമ്മൾ രാവിലെ പോയി നിൽക്കും.
എനിക്ക് രാവിലത്തെ ഷെഡ്യൂളാണ്. ഫോർനൂൺ, ആഫ്റ്റർനൂൺ പരിപാടികളുണ്ട്. ഫോർനൂൺ ഉള്ളവർ ഒരേ സ്ട്രെച്ചിൽ തന്നെ കയറണം. ഇന്ന സമയത്ത് വന്നിട്ട് ഇന്ന സമയത്ത് കയറാം, അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ നമ്മളൊരു 9 മണി 10 മണിക്കാണെങ്കിലും നമ്മൾ 9 മണിക്ക് അവിടെ കയറിയിരിക്കണം. 12 മണിക്കാണെങ്കിലും 9 മണിക്ക് കയറണം. അപ്പോൾ എൻ്റെ 12 മണിക്കായിരുന്നെങ്കിലും ഞാൻ 9 മണിക്ക് കയറണമെന്ന്. അപ്പോൾ രാവിലെ ഒരു 8:30 തൊട്ട് അവിടെ വന്ന് നിൽക്കണമെന്ന്. അപ്പോൾ അത്രയും വലിയ കോൾഡിൽ നിൽക്കണമെന്ന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കയറി അത് കഴിഞ്ഞിട്ട് നമ്മളെ ഒരു റൂമിൽ കൊണ്ടിരുത്തും. മെയിൻ ഒരു ഇപ്പോൾ 12th ഫെയിൽ കണ്ടവർക്ക് അത് മനസ്സിലാക്കാനായിട്ട് പറ്റിയ ഒരു കൃത്യമായിട്ടൊരു കുറച്ച് എല്ലാവരും കൂടെ ഒരുമിച്ചിരിക്കുന്ന ഒരു ഹോളിൽ പോലെ കൊണ്ടിരുത്തും. കൊണ്ടിരുത്തി കഴിഞ്ഞ് നമ്മുടെ ടൈം ആകുമ്പോഴത്തേനും ഓരോ 30 മിനിറ്റ്സ് കഴിയുമ്പോൾ ഓരോ ആളുകളെ വിളിക്കും. 5 ഗ്രൂപ്പായിട്ടാണ് ഇരിക്കുന്നത്. 5 പാനലുണ്ടാവും. അപ്പോൾ 5 ഗ്രൂപ്പായിട്ടിരിക്കും. ഓരോരുത്തർ എഴുന്നേരത്ത് ഓരോരുത്തരെ വിളിച്ചുകൊണ്ട് പോകും. 30 മിനിറ്റ്സ് ഏകദേശം എടുക്കും ഒരാൾക്ക്. അപ്പോൾ ഞാനിപ്പോൾ ലാസ്റ്റാണ്. എൻ്റെ 5th ഗ്രൂപ്പിൽ വന്നപ്പോഴത്തേനും ഞാൻ ലാസ്റ്റാണ് വന്നത്. ലാസ്റ്റ് അവിടെ പോയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇൻ്റർവ്യൂ പാനലിൻ്റെ ഓടിൻ്റെ പുറത്ത് കൊണ്ടിരുത്തും. അവിടുത്തെ റൂമിൻ്റെ പുറത്തുകൊണ്ട് അവിടെ കുറച്ച് നേരം ഇരുത്തും. ഒരു 5 മിനിറ്റ് ഇരുത്തും. എന്നിട്ട് പുറത്തിട്ട് വന്ന ആൾ ഇറങ്ങി കഴിഞ്ഞിട്ടൊരു 2 മിനിറ്റ് കഴിഞ്ഞ് നമ്മളകത്തേക്ക് വിളിക്കും. നമ്മൾ കയറും. നമ്മൾ കയറി കഴിഞ്ഞിട്ട് എനിക്ക് ആദ്യം കിട്ടിയപ്പോഴത്തേനും ചെറിയൊരു റൂമായിരുന്നു. ഇപ്രാവശ്യം കിട്ടിയപ്പോൾ വലിയൊരു ഹോള് പോലത്തെ ഒരു റൂമായിരുന്നു. വലിയൊരു വട്ടമേശ പരിപാടിയൊക്കെ ആയിട്ട് അവിടെ ഇരുന്നു. അവരിപ്പോൾ നമുക്ക് കംഫർട്ടബിൾ ആക്കും. നമ്മളെന്തായാലും കംഫർട്ടബിൾ. ഈ പറഞ്ഞ പോലെ സിനിമയിൽ കാണുന്ന പോലെ എടുത്തെറിയണ പരിപാടി അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞാനിതുവരെ ഫേസ് ചെയ്തിട്ടില്ല. എൻ്റെ കൂട്ടുകാർ ഡയറക്റ്റായിട്ട് ഫേസ് ചെയ്തിട്ടില്ല. പക്ഷേ ഫേസ് ചെയ്തവരുണ്ടെന്ന് പറയണ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ ഫോട്ടോ കണ്ടിട്ട് ഇത് ഇങ്ങനെ അല്ല, നീ ഇങ്ങനെയല്ല ഇരിക്കണമെന്ന് പറഞ്ഞിട്ട് വലിച്ചെറിഞ്ഞ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ കേട്ടിട്ടുള്ളൂ. പക്ഷേ എനിക്ക് ഡയറക്റ്റായിട്ട് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. നമ്മളെ കംഫർട്ടബിൾ ആക്കും. കംഫർട്ടബിൾ ആണോ എന്ന് ചോദിക്കും. എൻ്റെ പാനൽ എന്നോട് അങ്ങനെ ചോദിച്ചു ഇപ്രാവശ്യം. പിന്നെ ക്വസ്റ്റ്യൻസ് ഡയറക്റ്റ് ഇപ്പോൾ പറഞ്ഞ നമ്മുടെ ഡാഫിലുള്ള ക്വസ്റ്റ്യൻസ്, നമ്മുടെ പേഴ്സണലായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. PSIRനെ കുറിച്ച് എന്താണ്, പിന്നെ കേരളത്തിനെ കുറിച്ച് ചോദിച്ചു, പിന്നെ ഓട്ടോമൊബൈലിനെ കുറിച്ച് ചോദിച്ചു. അങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ച് നമ്മളെ കംഫർട്ടബിൾ ആക്കുന്ന രീതിയിലാണ് ക്വസ്റ്റ്യൻ വരുന്നത്. പക്ഷെ നമ്മളത് എങ്ങനെ ഹാൻഡിൽ ചെയ്യും, നമ്മുടെ മുഖത്തെ എക്സ്പ്രഷൻസും എല്ലാം ഇവർ ശ്രദ്ധിക്കും. നമുക്ക് പേടിയുണ്ടോ, നമ്മൾ കോൺഫിഡൻ്റ് ആയിട്ട് ആൻസർ പറയുന്നത്. അപ്പോൾ ഇതൊക്കെ നോക്കിയിട്ടാണ് അവർ മാർക്ക് ഇടുന്നത്. കൂടുതലും കറന്റ് അഫയേഴ്സ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു, അത് നമ്മുടെ ആപ്ലിക്കേഷൻ ഫോം കണക്ട് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു? കറണ്ട് അഫയേഴ്സ് എന്ന് പറയാനായിട്ട് പറ്റില്ല. എല്ലാം കൂടെ ഒരു മിക്സ്ഡ് ആയിട്ടുള്ളൊരു സംഭവമാണ്. ഇപ്പോൾ പറഞ്ഞ എഞ്ചിനീയറിംഗ് പഠിച്ചപ്പോഴത്തേന് ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ എന്താണ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് ചോദിച്ചത്. അതും കറണ്ട് അഫയേഴ്സ് അല്ല. പിന്നെ കേരളത്തിൻ്റെ ടൂറിസം എവിടെയൊക്കെ നമുക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റും, അതും കറണ്ട് അഫയേഴ്സ് അല്ല. പിന്നെ ഇന്ത്യാസ് ഗ്ലോബൽ റീസെൻ്റ് ആയിട്ടുള്ള ചേഞ്ചസ് എന്താണ് ഗ്ലോബൽ ഓർഡറിലും ഇന്ത്യയുടെ ഫോറിൻ പോളിസിക്കും, അത് ജസ്റ്റ് ഒരു ഇതുണ്ട്. പക്ഷേ ഒരു ഓവറോൾ അങ്ങനെ കറണ്ട് അഫയേഴ്സ് എന്ന് പറയാനായിട്ട് പറ്റില്ല. അപ്പോൾ എന്നോട് ചോദിച്ചാൽ അങ്ങനെ കറണ്ട് അഫയേഴ്സ് ബന്ധങ്ങളൊന്നുമില്ല. നമ്മൾ പലപ്പോഴും വീഡിയോസിലൊക്കെ കാണാറുണ്ട് ഇന്റർവ്യൂ പാനൽ ഫണ്ണി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്നത്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും എക്സ്പീരിയൻസ് കേട്ടിട്ടുണ്ടോ? ഞാൻ കേട്ടിട്ടുമില്ല, ഞാൻ അനുഭവിച്ചിട്ടുമില്ല. അത് ഈ പറഞ്ഞ മോക്ക് ഇൻ്റർവ്യൂസ് എടുക്കുന്ന ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. ഇത് പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ദൃഷ്ടി എന്നൊക്കെ പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ആയിരിക്കും മിക്കവരും കണ്ടിട്ടുണ്ടാകുന്നത്. കേരളത്തിലുള്ളവരും പുറത്തുള്ളവരും ദൃഷ്ടിയുടെ അവർ ഇൻ്റർവ്യൂ പ്രോസസ് ഭയങ്കര അടിപൊളിയാണ്. ചെയ്യിക്കുന്നതും കുഴപ്പമൊന്നുമില്ല. പക്ഷേ അതുപോലെയല്ല ശരിക്കും ഇതിനകത്ത് വരാൻ നേരം. നമ്മളെ ഈ പറഞ്ഞ പോലെ ഇങ്ങനെ 4 കൂടം ക്യാമറ ഒക്കെ വെച്ചിട്ട് നമ്മൾ കോൺഷ്യസ് ആയിരിക്കണ പോലെ അല്ല ഇരിക്കുന്നത് ഇതിനകത്ത് കറക്റ്റായിട്ട് നമുക്കൊരു റൗണ്ടായിട്ട് ഇരുന്ന് സംഭവം. പിന്നെ നമ്മൾ വിചാരിക്കും ഇതുപോലെ തന്നെ ആയിരിക്കും അവിടെ ചെല്ലാൻ നേരത്തുകൊണ്ടാണ്. പക്ഷെ നമ്മൾ റൂമിൽ കയറാൻ നേരത്തോ ഇതിങ്ങനെ അല്ലല്ലോ എന്ന് ആദ്യം തോട്ട് തന്നെ വരും. അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല. അങ്ങനെ ഫണ്ണി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ഞാൻ കേട്ടിട്ടില്ല വേറെ അങ്ങനെ ചോദിച്ചിട്ടുണ്ടെന്ന്. ഇന്റർവ്യൂയിലേക്ക് വരുമ്പോൾ അവിടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, അതുപോലെ ബോഡി ലാംഗ്വേജ്, അതൊക്കെ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മൾ അതിൽ എത്രത്തോളം ഫോക്കസ് ചെയ്യുന്നത് കേട്ടുണ്ട്? കമ്മ്യൂണിക്കേഷൻ സ്കില്ലിനേക്കാളും കൂടുതൽ ബോഡി ലാംഗ്വേജും കോൺഫിഡൻസും ആണ് ഇമ്പോർട്ടൻറ്റ്. നമുക്കിപ്പോൾ ഉള്ള ഇംഗ്ലീഷ് സംസാരിക്കാനായിട്ട് മുറി ഇംഗ്ലീഷ് സംസാരിക്കുന്നവർ വരെ 200 മാർക്കും 210 മാർക്കും മേടിച്ചവരുണ്ട്. പക്ഷേ ഇംഗ്ലീഷ് അറിയാവുന്നവർ 150 മാർക്ക് മേടിച്ച ചരിത്രമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ബോഡി ലാംഗ്വേജും കോൺഫിഡൻസും ആണ് ഇമ്പോർട്ടൻറ്റ്. നമുക്കറിയാവുന്ന ഈ മെയിൻസിൻ്റെ സംഭവം തന്നെയാണ് അവിടെ കൊടുക്കണമെന്നാണ് എനിക്ക് ഇത്രയും നാളത്തെ എക്സ്പീരിയൻസ് ഈ വട്ടം കൂടെ കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത്. ബിക്കോസ് നമുക്ക് ഉള്ള റിസോഴ്സ് വെച്ചിട്ട് നമുക്ക് എങ്ങനെ നമ്മൾ പൊലിപ്പിച്ച് നമ്മൾ അടിപൊളിയാണെന്ന് കാണിക്കാം. അതാണ് ഇൻ്റർവ്യൂവിലും ചെയ്യേണ്ടത്. കോൺഫിഡൻസ് ആയിട്ടിരിക്കുക, ബോഡി ലാംഗ്വേജ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്ത് നമുക്ക് കോൺഫിഡൻസ് ഉണ്ടായെന്ന് കാണിക്കാം. ഇന്റർവ്യൂ പ്രിപ്പറേഷനിൽ അല്ലെങ്കിൽ ഇന്റർവ്യൂവിൽ കോമൺലി കണ്ടുവരുന്ന മിസ്റ്റേക്സ് എന്തൊക്കെയായിരിക്കും? ഇതിനകത്ത് അങ്ങനെ മിസ്റ്റേക്ക് ഒന്നും ഇല്ല ശരിക്കും. നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ ചെയ്യുക. ഇൻ്റർവ്യൂവിൽ അങ്ങനെ മിസ്റ്റേക്ക് ആയിട്ട് നമുക്ക് പറയാനായിട്ടില്ല കേട്ടോ ശരിക്കും. അത് ശരിക്കും ഒരു ഭാഗ്യമാണ്. ഇപ്പോൾ ഞാനിപ്പോൾ ഒരാളെ ഇൻ്റർവ്യൂ ചെയ്യുകയാണ്. അപ്പോൾ എനിക്ക് ചിലപ്പോൾ ഇയാളെ ഇഷ്ടപ്പെടും, ചിലപ്പോൾ ഇഷ്ടപ്പെടില്ല. നമ്മൾ പേഴ്സണൽ കണക്ഷൻസ് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ. അപ്പോൾ ആ പാനലിൽ ഇരിക്കുന്ന ചെയർമാനെ നമ്മൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ നമുക്ക് നല്ല മാർക്ക് കിട്ടും. അതൊരു കാര്യം. അതിനകത്ത് ഒരുപാട് വ്യത്യാസം വരുന്നില്ല, പക്ഷേ അതൊരു ഫാക്ടറാണ്. ദെൻ ഇന്റർവ്യൂ മൊത്തത്തിൽ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ പ്രിലിംസ് തൊട്ട് നമ്മുടെ ഇന്റർവ്യൂ വരെ എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ജേർണി എങ്ങനെയായിരുന്നു? സിവിൽ സർവീസ് ആ ഒരു പ്രിപ്പറേഷൻ ജേർണിയിൽ നമുക്ക് ഓർത്ത് വെക്കാൻ പറ്റുന്ന എന്തെങ്കിലും മൊമെന്റ്സ് ഉണ്ടോ മെമ്മറബിൾ ആയിട്ടുള്ള? മെമ്മറബിൾ ആയിട്ടുള്ള മൊമെൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നല്ല കുറച്ച് കൂട്ടുകാരെ കിട്ടി ഇതിനകത്ത്. ഇപ്പോൾ തിരുവനന്തപുരത്തൊക്കെ ഇപ്പോൾ നല്ല ഫ്രണ്ട്സ് ഉണ്ട്. ഒരു നല്ലൊരു മെൻറ്ററെ കിട്ടി. സാറുണ്ട്, 2-3 സാറുമാരായിട്ട് നല്ല കമ്പനി ഉണ്ട്. അവരിപ്പോൾ ട്രിവാൻഡ്രത്തിന് അവർ തന്നെ ലീവ് എടുത്ത് എൻ്റെ കല്യാണത്തിന് അവിടുന്ന് ഇവിടുന്ന് ട്രിവാൻഡ്രത്തിന് ഓടി വന്നവരുണ്ട്, വർക്കിൻ്റെ ആയിട്ട് പോലും. അപ്പോൾ അങ്ങനെ അതൊക്കെയാണ് എനിക്ക് ജേർണിയിലുള്ള നല്ലൊരു ജേർണി ആയിരുന്നു. പിന്നെ നമുക്കിപ്പോൾ
ഇത് ഇപ്പോൾ ഇപ്രാവശ്യം മെയിൻസ് എഴുതാണ്ടിരുന്നപ്പോൾ എനിക്കൊരു ഫോമോ പോലെ അടിച്ചു. കാരണം ഇത്ര നാൾ എഴുതി, അപ്പോൾ എഴുതാണ്ടിരുന്നപ്പോൾ നമുക്കൊരു ചെറിയ ഇത് എഴുതാൻ പറ്റിയില്ലല്ലോ എന്നൊരു തോന്നലായി പോയി. ഈവൻ നമ്മൾ സർവീസ് കയറിയെങ്കിൽ പോലും. അപ്പോൾ അതൊക്കെ നല്ലൊരു ജേർണി തന്നെയായിരുന്നു. മെമ്മറബിൾ ആയിട്ടുള്ള ഒരു ജേർണി തന്നെയായിരുന്നു. നല്ലൊരു പറഞ്ഞ പോലെ ഒരുപാട് കഷ്ടപ്പാടൊന്നും ഇല്ലാത്തൊരു ജേർണി തന്നെയായിരുന്നു എനിക്ക് പറയാൻ തോന്നുന്നത്. ഇപ്പോൾ സിവിൽ സർവീസിലേക്ക് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും ഇത് കിട്ടാറില്ല. ലക്ഷക്കണക്കിന് ആളുകൾ ഒരു വർഷം തന്നെ ഈ ഒരു സിവിൽ സർവീസ് എക്സാം എഴുതാറുണ്ട്. പക്ഷെ എല്ലാവർക്കും കിട്ടാറില്ല. പക്ഷെ കിട്ടാതെ പോകുന്നവർക്കും ഇതിനപ്പുറത്തേക്ക് സിവിൽ സർവീസ് കൂടാതെ നമുക്ക് ബാക്കിയുള്ള ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയായിരിക്കും വരുന്നത്? ഓപ്പർച്യൂണിറ്റീസും ഉണ്ട്. ഇപ്പോൾ പറഞ്ഞ പോലെ നമുക്കിപ്പോൾ ഏജ് ഈസ് നോട്ട് എ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ഏത് സമയത്ത് വേണമെങ്കിലും പഠിക്കാം. അപ്പോൾ അടുത്തൊരു സംഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിൽ ഇമ്പ്രൂവ് ചെയ്യുക. ഇപ്പോൾ കിട്ടിയില്ലെങ്കിൽ സ്കിൽ ഇമ്പ്രൂവ് ചെയ്യുക. നമ്മൾ കുറച്ച് ഇപ്പോൾ പറഞ്ഞ പോലെ 10,00,000 പേരിൽ 1000 പേര് നമ്മൾ സക്സസ് മാത്രമേ കാണുന്നുള്ളൂ. ഇതുപോലെ ഒരുപാട് പേര് നല്ല നല്ല കഴിവുള്ളവർ, ഇപ്പോൾ എന്നെക്കാളും കഴിവുള്ളവർ അല്ലെങ്കിൽ വേറെ ടോപ്പ് റാങ്കേഴ്സിനെക്കാളൊക്കെ കഴിവുള്ളവർ ഇതിനകത്തുണ്ട്. പക്ഷേ ഇവർ കയറാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവരുടെ ഭാഗ്യക്കേട് കൊണ്ട് മാത്രമാണ്. അല്ലാണ്ട് അവർക്ക് കഴിവില്ലാഞ്ഞുകൊണ്ടൊന്നുമല്ല. എനിക്ക് പേഴ്സണലി കുറേ പേരെ അറിയാം. പക്ഷേ അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭാഗ്യം ഇല്ലാത്തതുകൊണ്ട്. ചിലർ ഇപ്പോൾ പറഞ്ഞാൽ വേറെ ജോലി ചെയ്യുന്നവരുണ്ട്. ഇപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവരായിരിക്കും ഇതിനകത്ത് എഴുതുന്നത്. ഇപ്പോൾ കേരള ഗവൺമെൻറ്റിൽ ജോലി ചെയ്യുന്നവരുണ്ട്. പിന്നെ അത് കൂടാണ്ട് ഇതിനകത്ത് തന്നെ ടീച്ചിങ് ഫീൽഡിൽ തന്നെ ഇപ്പോൾ സിവിൽ സർവീസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു മാർക്കറ്റാണ്. അപ്പോൾ അതിനകത്ത് വർക്ക് ചെയ്യുന്നവരുണ്ട്, മെൻറ്റേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നവരുണ്ട്, പഠിപ്പിക്കുന്നവരുണ്ട്, പിന്നെ സ്വന്തമായിട്ട് കമ്പനി തുടങ്ങുന്നവരുണ്ട്. അങ്ങനെ ഒരുപാടുണ്ട്. പിന്നെ അല്ലാണ്ട് പുറത്ത് പോയിട്ട് സ്കിൽ ഇമ്പ്രൂവ് ചെയ്യുന്നവരും ഉണ്ട്. ഇപ്പോൾ പുറത്ത് ഇപ്പോൾ ഇതൊക്കെ വിട്ടിട്ട് വേറെ ഇപ്പോൾ ഡാറ്റ സയൻസ് അങ്ങനെയുള്ള പുതിയ പുതിയ ടെക്നോളജീസിൽ സ്കിൽ ഇമ്പ്രൂവ് ചെയ്യുന്നവരും ഉണ്ട്. ഇപ്പോൾ സിവിൽ സർവീസ് പ്രിപ്പറേഷൻ്റെ കൂടെ തന്നെ ബാക്കിയുള്ള ഗവൺമെൻറ് എക്സാംസ് എഴുതുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് ശരിക്കും ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. നമ്മൾ അതിന് കൂടെ ബാക്കിയുള്ള എക്സാംസ് കൂടെ എഴുതേണ്ട ആവശ്യമുണ്ട്. അത് ഓപ്പർച്യൂണിറ്റി ആണ്. ഇപ്പോൾ ഫസ്റ്റ് ടൈം സെക്കൻഡ് ടൈം കിട്ടാത്തവരാണെങ്കിൽ വേറെ നമ്മൾ ഓപ്ഷൻ നോക്കി സുഖമായിട്ട് പോകാൻ കാര്യം. അപ്പോൾ ഞാനും എഴുതി എനിക്ക് ഇപ്പോൾ സെക്രട്ടറി അസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞിട്ടൊരു പോസ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ എനിക്കറിയാവുന്ന കുറേ പേരും ഈ പറഞ്ഞ പോലെ ഈ പോസ്റ്റിലുണ്ട്, വേറെ ഹൈക്കോടതി അസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞ പോസ്റ്റുണ്ട്. ഇതൊക്കെ ഏകദേശം ഒരു സെയിം പാറ്റേൺ ആണ്. അപ്പം നമ്മൾ അതൊക്കെ ഒന്ന് നോക്കി അപ്ലൈ ചെയ്യണത് നല്ലതാണ് നമുക്ക് ജോലി കിട്ടണമെന്നുണ്ടെങ്കിൽ. ഇപ്പോൾ സിവിൽ സർവീസിൽ വരികയാണെങ്കിൽ നമുക്ക് IAS-ഉം IPS-ഉം ആണ് കോമൺലി എല്ലാവർക്കും അറിയാം. ബാക്കിയുള്ള സർവീസ് അത്ര നമുക്ക് അറിയുന്നതല്ല. അപ്പോൾ IFS എന്താണ് അതിൻ്റെ ഡ്യൂട്ടീസ്, റെസ്പോൺസിബിലിറ്റീസ്, ആ ഒരു വർക്ക് എങ്ങനെയായിരിക്കും എന്ന് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? IFS ഫോറിൻ സർവീസ് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാവർക്കും ഇപ്പോൾ ഞാനും അതിനകത്ത് ചെന്ന് കഴിഞ്ഞിട്ടാണ് കുറേ കാര്യങ്ങളൊക്കെ പഠിച്ചു വന്നത്. ഇപ്പോൾ ഈ പറഞ്ഞ ഇപ്പോൾ ഒരു പോസ്റ്റ് ഇപ്പോൾ ഞാനിപ്പോൾ ട്രെയിനിങ്ങിലായതുകൊണ്ട് എനിക്ക് അണ്ടർ സെക്രട്ടറി എന്ന് പറഞ്ഞൊരു പോസ്റ്റാണുള്ളത്. അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ പറഞ്ഞ ഡിപ്ലോമാറ്റിക് റിലേഷൻസ് ആണ്. ഓരോ കൺട്രീസായിട്ട് നമ്മൾ റിലേഷൻഷിപ്പ് ഉണ്ടാക്കുക, അവിടുത്തെ ആളുകളായിട്ട് നമ്മുടെ സോഫ്റ്റ് പവർ വർദ്ധിപ്പിക്കുക, നമ്മൾ അവരായിട്ട് ഇൻട്രാക്ട് ചെയ്ത് സോഫ്റ്റ് പവർ വർദ്ധിപ്പിക്കുക. അപ്പോൾ ഫോറിൻ സർവീസ് ഓഫീസറിൻ്റെ ഒരു ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് അബൌട്ട് മെയിൻറ്റെയിനിങ് എ ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പ് വിത്ത് അതർ കൺട്രീസ്. പിന്നെ നമ്മൾ പുതിയ പുതിയ സ്ട്രാറ്റജീസ് ഉണ്ടാക്കാം. ഇന്ത്യക്ക് എങ്ങനെ വളരാനായിട്ട് പറ്റും, ഇന്ത്യക്ക് എവിടെ പോകണം. അപ്പോൾ ആ സ്ട്രാറ്റജീസ് ഉണ്ടാക്കാനായിട്ട് തിങ്ക് ടാങ്ക്സ് എന്ന് പറഞ്ഞിട്ട് ഗ്രൂപ്പ് തന്നെ ഉണ്ട്. ഇപ്പോൾ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നുണ്ട് അവരായിട്ട്. അപ്പോൾ അവരായിട്ട് നമ്മൾ മിങ്കിൾ ചെയ്ത് അവരായിട്ട് നമ്മൾ പുതിയ സ്ട്രാറ്റജി ഉണ്ടാക്കി നമുക്ക് ഹയർ അതോറിറ്റീസിന് കൊടുത്ത് നമുക്ക് ഇന്ത്യ ബിക്കമിങ് എ വികസിത് ഇന്ത്യ അങ്ങനൊരു സംഭവം നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ ഞാനിപ്പോൾ സർവീസിൽ മുകളിലോട്ട് പോകുന്ന നേരത്തായിരിക്കും എനിക്ക് അറിയാൻ പറ്റുന്നത്. ഇപ്പോൾ സിവിൽ സർവീസിൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നും IFS ചൂസ് ചെയ്യാനുള്ള റീസൺ എന്തായിരുന്നു? അത് തന്നെയായിരുന്നു ഫസ്റ്റ് പ്രിഫറൻസ്? IFS ചൂസ് ചെയ്യാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിപ്പോൾ പൊളിറ്റിക്കൽ ആകാനായിട്ട് താല്പര്യം ഇല്ല. പൊളിറ്റിക്കൽ ഇൻ ദ സെൻസ് ഇപ്പോൾ നമ്മളിപ്പോൾ IAS ആയിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ IPS ആയിക്കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് നിന്ന് ഒരുപാട് പൊളിറ്റീഷ്യൻസായിട്ട് ഡീൽ ചെയ്യേണ്ടി വരും. അത് ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സംഭവം എനിക്ക് കേട്ടിട്ടുണ്ട്. ഇപ്പോഴും പറഞ്ഞ ഈ സർവീസിൽ ഇരിക്കുന്നത് ഇപ്പോൾ ഈ സർവീസിൽ IAS IPS ആയവരും ഇവരാണ് പറയുന്നത് എങ്ങനെ ഇവരെ ഡീൽ ചെയ്യും, ഇവർക്ക് ഈ ഒരു ടെൻഷനുണ്ട്. അപ്പോൾ എനിക്കത് ആവാനായിട്ട് താല്പര്യം ഉണ്ടായിരുന്നില്ല. പിന്നെ IFS എടുക്കാനുള്ളൊരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് മച്ച് മോർ ഒരു ചെറിയൊരു എലിറ്റിസ്റ്റിക് ആയിട്ടുള്ളൊരു ടെൻഡൻസി അല്ലെങ്കിൽ എലിറ്റിസ്റ്റിക് ആയിട്ടുള്ളൊരു കമ്പോണൻറ്റ് IFS-ലുണ്ട്. പിന്നെ പുറത്തോട്ട് പോകാം, അവിടെ നിന്ന് പുതിയ രാജ്യങ്ങൾ കാണാം, അങ്ങനെയുള്ളൊരു കാര്യം കൊണ്ടാണ് IFS എടുത്തത്. അപ്പോൾ എൻ്റെ പ്രിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് IAS IFS ആയിരുന്നു എൻ്റെ പ്രിഫറൻസ് വന്നിരുന്നത്. IAS എടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു കോമൺ ആയിട്ടുള്ള ഇപ്പോൾ നമ്മൾ വീട്ടിൽ ചോദിക്കാൻ നേരത്താണെങ്കിലും മെൻറ്ററോട് ചോദിക്കാൻ നേരത്താണെങ്കിലും IAS വെച്ചാൽ മതി. നോർമൽ ആയിട്ടുള്ള കൺസെപ്റ്റാണത്. പക്ഷേ ഇപ്പോൾ IFS അതിൽ ഹാപ്പി ആയിട്ട് നിൽക്കാന്ന് പറഞ്ഞാൽ വളരെ ഇപ്പോൾ നമ്മൾ സർവീസിൽ കയറി കഴിഞ്ഞിട്ട് അതിൻ്റെ ട്രെയിനിങ് പ്രോസസ്സ് അറിയാൻ നേരത്താണ് ഇത് വളരെ അടിപൊളിയാണെന്ന് മനസ്സിലാവുന്നത്. ഇപ്പോൾ ഇൻ്റർവ്യൂ കഴിഞ്ഞ് മസൂറിയിലെ ട്രെയിനിങ് ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു ട്രെയിനിങ് കാലഘട്ടം? ട്രെയിനിങ് കാലഘട്ടം നല്ലതായിരുന്നു. ഈ പറഞ്ഞ പോലെ തന്നെ എവിടെ ചെന്നാലും കുറച്ച് നല്ല ഫ്രണ്ട്സിനെ ഞാൻ എപ്പോഴും ഉണ്ടാക്കും. ഇപ്പോഴും അതുപോലെ തന്നെ ഫ്രണ്ട്സിനെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഞാൻ പറഞ്ഞ നമുക്ക് വേണ്ടിയിട്ട് ഒരാൾ ഒരു എഫേർട്ട് എടുത്ത് ഇവിടെ വരിക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതും തെലുങ്കാനയിൽ നിന്ന് ഇവർക്ക് ഇപ്പോൾ പറഞ്ഞ 9th ജോയിൻ ചെയ്യണവർ 6th എൻ്റെ മാരേജിന് ഇവിടെ എത്തി. അപ്പോൾ അതൊക്കെ എനിക്കൊരു വലിയൊരു സംഭവം തന്നെയായിട്ട് തോന്നിയേക്കുന്നത്. കുറേ ഫ്രണ്ട്സിനെ ഉണ്ടാക്കാൻ പറ്റി.
ഇത് പല സർവീസിലുള്ള ഫ്രണ്ട്സാണ്. അത് നമുക്കിപ്പോൾ ഇവിടെ ഒരു കാര്യത്തിന് ഇപ്പോൾ ഞാൻ പുറത്തിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് ഇവിടെ ഒരു കാര്യം നടത്തിയെടുക്കണം. അല്ലെങ്കിൽ ഇവിടെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എന്തെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടോ ഇവിടെ എന്തെങ്കിലും തുടങ്ങണം എന്നുണ്ടെങ്കിലോ ഇപ്പോൾ ഗവൺമെൻറ് എന്തെങ്കിലും കാര്യം നമ്മളോട് പറഞ്ഞു. അതിപ്പോൾ നമ്മുടെ ഇവിടെ ലൊക്കാലിറ്റിയിൽ അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവരുടെയൊക്കെ സഹായം വേണം. അപ്പോൾ ആ സഹായത്തിന് വേണ്ടിയിട്ട് ഈ ഒരു കംറാഡറി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് ഓർഗാനിക്കായിട്ട് എനിക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നതാണ്. ഞാനിത് ഇവരെ എനിക്ക് ഫ്രണ്ട്സ് ആക്കണം എന്ന് പറഞ്ഞ് ഞാൻ പോയിട്ടില്ല. പക്ഷേ ഓർഗാനിക്കായിട്ട് എനിക്കത് ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റി. അതാണ് ഇമ്പോർട്ടൻ്റ് ഉള്ളൊരു ഒരു ഗെയിനിങ് പോയിന്റ് ഇൻ എഫ് സി. ആ ഒരു ട്രെയിനിങ് പ്രോസസ്സ് എങ്ങനെയായിരുന്നു? അവിടെ മെയിൻലി എന്തൊക്കെ കാര്യങ്ങളിലായിരുന്നു ട്രെയിനിങ് കിട്ടിയിട്ടുണ്ടായിരുന്നത്? ട്രെയിനിങ് ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ എന്താണ് ഈ സിവിൽ സർവീസ്, ഈ എലിറ്റിസ്റ്റിക് ആയിട്ടുള്ളൊരു സർവീസ് ആണെന്നൊരു സംഭവം നമ്മളെ കൊണ്ട് നമ്മളത് ഇൻബിൽറ്റ് ചെയ്യിപ്പിച്ചു. പിന്നെ ഹെൽത്ത് ഈസ് ഇമ്പോർട്ടൻ്റ് എന്നുള്ളൊരു കോൺസെപ്റ്റ്. നമ്മൾ രാവിലെ പല പല പരിപാടികളുണ്ട്. യോഗയുണ്ട്, റണ്ണിങ് ഉണ്ട്, ജിമ്മുണ്ട്, എല്ലാ പരിപാടികളും. അത് നമുക്ക് കൃത്യസമയത്ത് എണീറ്റ് പോകണം. ഇനി സിവിൽ സർവീസിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന കുട്ടികളോട് എന്താണ് പറയാനുള്ളത്? എപ്പം മുതലാണ് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത്? അതുപോലെ പലരും ചോദിക്കാറുണ്ട്, ഈ സിവിൽ സർവീസിലേക്ക് വരണമെങ്കിൽ ഞങ്ങൾ ഡിഗ്രി ഏത് ചൂസ് ചെയ്യണം? അപ്പോൾ അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? ഇപ്പം എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുകയാണെങ്കിൽ ദർ ഇസ് നോ ഹാർഡ് ആൻഡ് ഫാസ്റ്റ് റൂൾ. ഇപ്പോൾ ഇന്നത് പഠിച്ചുകൊണ്ട് ഇന്നത് ഇവിടെ എത്തുമെന്നോ അങ്ങനെയൊന്നുമില്ല. ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ മാത്സ് ഓപ്ഷനിൽ എടുത്തിട്ട് ആൾ കെമിസ്ട്രി ഓപ്ഷനിൽ വെച്ചിട്ട് അത് പഠിച്ച് പാസ്സായവരുണ്ട്. അപ്പോൾ ഇപ്പോൾ നേരത്തെ തന്നെ ഇപ്പോൾ നിങ്ങളുടെ സ്വപ്നം സിവിൽ സർവീസ് ആണെങ്കിൽ നേരത്തെ തന്നെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുന്നത് വളരെ നല്ലതായിരിക്കും. ഇപ്പോൾ 10th പോലെ 12th പോലെ എന്തെങ്കിലുമൊക്കെ വായിച്ച് പത്രം വായിച്ചിട്ട് അതിൻ്റെയൊക്കെ എവിടെ നിന്ന് എങ്ങനെ പഠിക്കണം, ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ട് നമ്മൾ നോക്കി വെച്ച് അവിടെ പോയി പഠിക്കണം, അല്ലെങ്കിൽ ഏത് ബുക്കാണ് ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റും. അടുത്ത ഈ കോളേജ് കഴിഞ്ഞ ഉടനെ തന്നെ, അല്ലെങ്കിൽ കോളേജിൻ്റെ ഒപ്പം പഠിക്കുന്നവരുണ്ട്, ഓപ്പൺ യൂണിവേഴ്സിറ്റി ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ എനിക്കിങ്ങനെ ഇന്ന കാര്യം ചെയ്തിട്ട് ഇന്ന് ഇവിടെ എത്താമെന്ന് എനിക്ക് പറയാനായിട്ട് പറ്റില്ല. ബട്ട് നിങ്ങളിത് കൺസിസ്റ്റൻ്റ് ആയിട്ട് പെർസീവ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്കിത് ഇവിടെ എത്താനായിട്ട് പറ്റും. സിമ്പിളാണ്. ഒരുപാട് കോംപ്ലിക്കേഷൻ ഒന്നും ഉണ്ടാക്കരുത്, ഒരുപാട് മെറ്റീരിയലും കൊണ്ടുവരരുത്. നിങ്ങളുടെ കുറച്ച് സിമ്പിളായിട്ടുള്ള മെറ്റീരിയൽ വെച്ചിട്ട് നിങ്ങൾക്ക് ഇത് എങ്ങനെ അത് റിപ്ലിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റും, പേപ്പറിൽ റിപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റും. ഇതാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ സിവിൽ സർവീസ് പ്രിപ്പറേഷനിൽ നമ്മൾ NCERT ബുക്സിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറയാറുണ്ട്. അപ്പോൾ അത് ശരിക്കും ആവശ്യമുണ്ടോ? അതെയോ നമ്മൾ ബേസ് ബുക്സ് റെഫർ ചെയ്താൽ മതിയോ? എൻ്റെ കാര്യത്തിൽ ഞാൻ ചെയ്തിട്ടില്ല. ഇനിയിപ്പോൾ അതുകൊണ്ടാണ് ഇത്ര സമയം എടുത്തതെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാനത് ചെയ്തിട്ടില്ല. ചെയ്യുവാണെങ്കിൽ നല്ലതാണ്. ഇപ്പോൾ NCERT തുടങ്ങണമെന്ന് പറയുവാണെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു 10th പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് റിവൈസ് ചെയ്യാനൊക്കെ ആയിട്ട് എളുപ്പമാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നവരുണ്ട്. പക്ഷേ അത് ഒരുപാട് എനിക്കിത് കണ്ടപ്പോൾ തന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ പെട്ടെന്ന് തുടങ്ങിയ ഒരാളല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇത് എല്ലാം കൂടെ വായിച്ച് എടുക്കാനുള്ള പാടുള്ളതുകൊണ്ടും പിന്നെ നമുക്കത് ഇത്തിരി മടിയുള്ളതുകൊണ്ടും അത് ചെയ്തില്ല. നമ്മളൊരു ബേസിക്കുള്ള ബുക്ക് എടുത്തു, അതിനകത്ത് നിന്നുള്ള നോട്ട് ഉണ്ടാക്കി, അങ്ങനെയാണ് ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഒരു സിവിൽ സർവീസ് പ്രിപ്പറേഷനിൽ ഞാൻ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തത് വളരെ നല്ലതായിരുന്നു, അല്ലെങ്കിൽ ഭയങ്കര എഫക്റ്റീവ് ആയിരുന്നു, അങ്ങനെ തോന്നിയ എന്തെങ്കിലും മെത്തേഡ്സോ സ്ട്രാറ്റജീസോ ഉണ്ടോ? ഞാൻ 2022 വീട്ടിൽ നിന്ന് മാറി നിന്ന് പഠിച്ചത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ട്രാറ്റജി. ബിക്കോസ് ഇവിടെ നിന്നപ്പോൾ ഒരുപാട് ഡിസ്ട്രാക്ഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതില്ലാണ്ടാക്കാനായിട്ട് പറ്റി വേറെ മാറി നിന്ന് ട്രിവാൻഡ്രത്ത് നിന്ന് പഠിച്ചപ്പോഴത്തേനും. അപ്പോൾ അതാണ് എനിക്ക് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചേഞ്ച് എന്ന് തോന്നിയത്. അതുപോലെ ഈ ഒരു ജേർണിയിൽ ഫേസ് ചെയ്ത മെയിൻലി എല്ലാവരും ഫേസ് ചെയ്യാൻ പോകുന്ന സ്ട്രഗിൾസ് എന്തൊക്കെയായിരിക്കും, അല്ലെങ്കിൽ അവർ ഫേസ് ചെയ്യാൻ പോകുന്ന വെല്ലുവിളികൾ എന്തൊക്കെയായിരിക്കും ഒരു പ്രിപ്പറേഷൻ ജേർണിയിലേക്ക് വരുമ്പോൾ ആസ് എ സിവിൽ സർവീസ് സ്റ്റുഡൻറ്? ഫസ്റ്റ് സോഷ്യൽ ക്രൂസൈഡ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ കുറേ നാൾ ചിലപ്പോൾ വർക്ക് ചെയ്യാണ്ടിരിക്കുക. അപ്പോൾ അത് പല പല ആളുകളും ചോദിക്കും എന്താണ് വർക്ക് ചെയ്യാത്തത്, എന്താണ് എന്തായി എന്നൊക്കെ ചോദിച്ച് കുറേ പേര് നോക്കുന്നുണ്ടാവും. പിന്നെ രണ്ടാമത്തെ കാര്യം നമുക്ക് ചിലപ്പോൾ പൈസയുടെ ബുദ്ധിമുട്ട് വരും. ഇപ്പോൾ അവിടെ ഒരുപാട് നാൾ നിന്ന് പഠിക്കാൻ നേരത്ത് നമുക്ക് ഇപ്പോൾ വാടക കൊടുക്കാനും ഫുഡിൻ്റെ പൈസയൊക്കെ ബുദ്ധിമുട്ട് ചിലപ്പോൾ വരും. പിന്നെ തേർഡ് എന്ന് പറയുന്നത് ഒബ്വിയസ്ലി ദ സെൽഫ് ഡൗട്ട് ദാറ്റ് ഇസ് എ പാർട്ട് ആൻഡ് പാർസൽ ഓഫ് ദിസ് പ്രിപ്പറേഷൻ. അപ്പോൾ ഈ 3 കാര്യങ്ങളാണ് എനിക്ക് തോന്നുന്നത് ഈ പാടായിട്ടുള്ള സംഭവങ്ങൾ. ഈ സിവിൽ സർവീസുമായിട്ട് കണക്ട് ചെയ്ത് കുറേ മിത്സ് ഉണ്ട്. കുറേ പാസ്സാവില്ല, അല്ലെങ്കിൽ സിലബസ് ഭയങ്കര വാസ്റ്റാണ്, നമ്മൾ സൂര്യൻ താഴെയുള്ള എന്തും പഠിക്കണം, അങ്ങനെയുള്ള എന്തെങ്കിലും മിത്സ് ഒക്കെ കേട്ടിട്ടുണ്ടോ? മിത്സ് കേട്ടിട്ടുണ്ട്. ഇതൊക്കെ കൊണ്ടാണ് നമ്മളങ്ങ് പോയത്, എല്ലാ കാര്യങ്ങളും പഠിക്കും. പക്ഷെ അങ്ങനെയൊന്നുമല്ല. നമുക്കൊരു ഒരു പർട്ടിക്കുലർ സിലബസ് ഉണ്ട്. ആ സിലബസിലെ കാര്യങ്ങൾ മാത്രം ഒരു 10 മന്ത്സ് കൊണ്ട് നമുക്ക് പഠിച്ചു തീർക്കാനായിട്ട് ഉണ്ട്. പിന്നെ നമ്മൾ പഠിക്കുന്നത് വളരെ സിമ്പിളായിട്ടാണ് പോകുന്നത്. നമുക്ക് ആകെ എഫേർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ പുതിയ ടെക്നിക്സ് നമ്മൾ ട്രൈ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ആൻസർ റൈറ്റിങ്ങിൽ ടെക്നിക്സ് മാറ്റിക്കൊണ്ടുവരിക. അപ്പോൾ അതൊക്കെ ട്രൈ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഇമ്പോർട്ടൻ്റ്. അല്ലാണ്ട് എല്ലാ കാര്യങ്ങളൊന്നും പഠിച്ച് പാസ്സാണ്. ഇപ്പോഴും എന്നോടൊക്കെ ചില കാര്യങ്ങൾ ചോദിച്ചാൽ എനിക്ക് പറയാനൊന്നും അറിയുമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാം പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരു സിലബസ്, ആ സിലബസിലെ കാര്യങ്ങൾ പഠിക്കുക, എഴുതുക. സിവിൽ സർവീസ് പ്രിപ്പയർ ചെയ്യുന്നുണ്ട് ആത്മാർത്ഥമായിട്ടും, എന്നിട്ടും പല സ്റ്റേജസിലും തോറ്റു പോകുന്ന ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ ഇപ്പോഴും ഫെയിലിയേഴ്സ് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവരോടൊക്കെ എന്താ പറയാനുള്ളത്? അവരോട് ഇപ്പോൾ പറഞ്ഞ ഫസ്റ്റ് ടൈമോ സെക്കൻഡ് ടൈമോ ഒക്കെ ആണെങ്കിൽ ഞാൻ പറയും ഒരു മാക്സിമം നിങ്ങളൊരു 3 വർഷം ട്രൈ ചെയ്തിട്ട് വേറെ ജോലി ചെയ്തുകൊണ്ട് നിങ്ങളിത് ട്രൈ ചെയ്യുക. അല്ലെങ്കിൽ പിന്നെ ഈ വെറുതെ ഇങ്ങനെ ഈ ലൂപ്പിൽ തന്നെ പെട്ടുകൊണ്ടിരിക്കുക.
അപ്പോൾ എനിക്ക് അങ്ങനെ കുറേ പേരെ അറിയാം. പക്ഷെ കുറേ പേര് ഈ പറഞ്ഞ ജോലി ചെയ്യുന്നതുകൊണ്ട് തന്നെ അവരുടെ ലൈഫ് ഒരിടത്ത് ഒരു പോയിന്റിൽ നിന്ന് പോവുകയല്ല. നമ്മളെന്ന് പറഞ്ഞാൽ ഇപ്പോൾ 4 വർഷം നമ്മുടെ പോയി. ആ പോയി കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും തുടങ്ങുവാണ് നമ്മുടെ ലൈഫ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു പ്രോസസ്സ് വേണ്ടാന്ന് വെക്കുക. 3 വർഷം മാക്സിമം ഒരു 3 അറ്റംപ്റ്റ് വരെ നിങ്ങൾ ജോലി ചെയ്യാണ്ട് ചെയ്തിട്ട് ബാക്കി വേണമെങ്കിൽ അടുത്ത ജോലി നോക്കിക്കൊണ്ട് ചെയ്യുക. അതാണ് എനിക്ക് പറയാനുള്ളത്. ഈ സിവിൽ സർവീസിലേക്ക് വരാൻ വേണ്ടി ജോലി ക്വിറ്റ് ചെയ്തിട്ട് വരുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പൊ അത് ശരിക്കും ഒരു റൈറ്റ് ഡിസിഷൻ ആണോ? ഞാനീ പറഞ്ഞ പോലെ തന്നെ 10 മന്ത്സ് ഇവർക്ക് കൊടുക്കാം. ഒരു ജോലി ചെയ്യാണ്ട്. ഇപ്പോൾ ചിലർക്ക് ഇപ്പോൾ രണ്ടും കൂടെ മാനേജ് ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ എൻ്റെ ഫ്രണ്ടുണ്ട്. അവൻ MBA ചെയ്ത് ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരാൾ നിർത്തിയിട്ടാണ് പോകുന്നത്. ബിക്കോസ് അവന് രണ്ടും കൂടെ ഫോക്കസ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ ഒരു 10 മാസം അല്ലെങ്കിൽ ഒരു വർഷം അവൻ കൃത്യമായിട്ട് ഫോക്കസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് ജോലിക്ക് കയറാം. നമുക്കൊരു സ്കില്ലുണ്ടല്ലോ. അപ്പോൾ നമ്മളൊരു അറ്റംപ്റ്റ് കൊടുത്തിട്ട് കിട്ടിയില്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ജോലിക്ക് ചെയ്തുകൊണ്ട് പിന്നെ ജോലിയുടെ attempt കൊടുക്കാം. ഇത് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. മാനേജ് ചെയ്യേണ്ടവർക്ക് ചെയ്യാം. ഇപ്പോൾ എത്രയോ പേര് ഇപ്പോൾ സർവീസിൽ ഇരുന്നുകൊണ്ട് തന്നെ ഇത്രയും തിരക്കുള്ള സർവീസിൽ ഇരുന്നുകൊണ്ട് തന്നെ ഇവർ ക്ലിയർ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അതൊന്നും വലിയ കാര്യമല്ല. അത് നമുക്കൊരു മോട്ടീവ് ഉണ്ടായിരിക്കണം, നമുക്കൊരു ഫയർ ഉണ്ടാവണം, അത്ര തന്നെ. ഓക്കെ. അപ്പോൾ ഈ ഒരു ജേർണിയിൽ സൊസൈറ്റിയിൽ നിന്ന് കുറേ പ്രഷേഴ്സ് നമുക്ക് കിട്ടാറുണ്ട്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നോ? എനിക്ക് ഇത് അങ്ങനെ കിട്ടില്ല, അല്ലെങ്കിൽ ഇത് നമ്മളെപ്പോലുള്ള ആൾക്കാർക്ക് പറഞ്ഞിട്ടുള്ളതല്ല, അങ്ങനെ അങ്ങനെയൊന്നും നമ്മളോട് മുഖത്ത് നോക്കി അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ ഇങ്ങനെ പറയണുണ്ടോ എന്ന് നമുക്കറിയില്ല. പിന്നെ ഞാൻ പിന്നെ ഇപ്പോൾ പറഞ്ഞ പോലെ മാറി നിന്നുകൊണ്ട് കുറച്ച് നാൾ ഡൽഹിയിലായിരുന്നു, കുറച്ച് നാൾ ട്രിവാൻഡ്രത്തായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു പ്രശ്നം ഇപ്പോൾ ട്രിവാൻഡ്രത്തൊക്കെ നിൽക്കാൻ നേരം നമുക്കൊരു അനോണിമിറ്റി ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഒന്നും ഉണ്ടായിരുന്നില്ല. സാധാരണക്കാരായിട്ടുള്ള ഇപ്പോൾ കോച്ചിങ് ഒന്നും വലിയ ഫീസിനൊന്നും അഫോർഡ് ചെയ്യാൻ പറ്റില്ലാത്ത സ്റ്റുഡൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ അവർക്ക് എങ്ങനെയാണ് ഈ സിവിൽ സർവീസ് പ്രിപ്പറേഷൻ ചെയ്യാൻ പറ്റുക? സെൽഫായിട്ട് പ്രിപ്പയർ ചെയ്യാം. സുഖമായിട്ട് സെൽഫായിട്ട് പ്രിപ്പയർ ചെയ്യാനായിട്ട് പറ്റും. ആദ്യം ഒരു ഐഡിയ ഉണ്ടാവണം. ഇപ്പോൾ ഈ പറഞ്ഞ ഐഡിയ പോലെ ഐഡിയയ്ക്ക് വേണ്ടിയിട്ടാണ് യൂട്യൂബ് കുറേ ഇപ്പോൾ പറഞ്ഞ സ്ട്രാറ്റജി ഐഡിയാസ് യൂട്യൂബ് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇപ്പോൾ പറഞ്ഞാൽ ഞാനായാലും വേറെ പല ആളുകളായാലും ഇപ്പോൾ സർവീസിലുള്ളവരാണെങ്കിലും കുറേ സ്ട്രാറ്റജി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്ട്രാറ്റജി നിങ്ങളുടെ സ്ട്രാറ്റജി എന്താണ് നിങ്ങൾ അതിനകത്ത് കണ്ടുപിടിക്കുക, നിങ്ങളത് ഫോളോ ചെയ്യുക, അത്ര തന്നെ. അപ്പോൾ സംഭവം എല്ലാം ഫ്രീ ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ വെച്ചിട്ട് തന്നെയാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കുന്നതും എല്ലാവരും എഴുതുന്നതും. അപ്പോൾ അത് ഫോളോ ചെയ്യുക. ആസ് എൻ IFS ഓഫീസർ ഇനി എന്തായിരിക്കും ഗൂഗിളിന്റെ നെക്സ്റ്റ് വിഷൻ? എൻ്റെ വിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ തൽക്കാലം എനിക്കൊരു ഈ ട്രെയിനിങ് ഒന്ന് കംപ്ലീറ്റ് ചെയ്യണം. ട്രെയിനിങ് മര്യാദക്കുള്ള രീതിയിൽ കംപ്ലീറ്റ് ചെയ്യണം. ബിക്കോസ് ഇപ്പോൾ ലബാസയിലായിരുന്നപ്പോൾ തന്നെ നമ്മളങ്ങനെ ഒരുപാട് എഡ്യൂക്കേഷൻ അങ്ങനെ നമ്മൾ നോക്കിയിട്ടില്ല, അക്കാഡമിക് നോക്കിയിട്ടില്ല. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ ഫോറിൻ സർവീസിൽ ഡൽഹിയിൽ എനിക്ക് ഈ പറഞ്ഞ ട്രെയിനിങ് അറ്റൻഡ് ചെയ്ത് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകാനായിട്ട് പറ്റണം. ഇതാണ് എൻ്റെ ഷോർട്ട് ടേം വിഷൻ. ലോങ് ടേം വിഷൻ എനിക്ക് സ്റ്റിൽ കണ്ടുപിടിക്കാനുണ്ട് എന്നെനിക്ക് പറയാനുള്ളത്. ഓക്കെ ഗോകുൽ. അപ്പോൾ സിവിൽ സർവീസുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള നമ്മുടെ ഒരുപാട് ഡൗട്ട്സ് ക്ലിയർ ചെയ്തു. അതുപോലെ തന്നെ ഗോകുലിൻ്റെ സ്റ്റോറി ഇനി വരുന്ന എല്ലാ സിവിൽ സർവീസ് സ്റ്റുഡൻസിനും ഒരു മോട്ടിവേഷൻ കൂടിയാണ്. അപ്പോൾ ഇത്രയും ടൈം നമ്മുടെ കൂടെ സ്പെൻഡ് ചെയ്തതിന് ഒരുപാട് താങ്ക്സ്. താങ്ക് യു.